എല്ലാവർക്കും PSC ടീം ജൂനിയേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ റീസെൻ്റ് ആയിട്ട് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് തന്നെയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് പ്രിലിംസും മെയിൻസും അങ്ങനെ 2 സ്റ്റേജ് പരീക്ഷ ഒഴിവാക്കി ഒറ്റ പരീക്ഷയായി എന്ന് പറയുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കടുകട്ടിയുള്ളതായി മാറി, കുറച്ചുകൂടി സ്റ്റാൻഡേർഡായി മാറി. ഡിഫിക്കൽട്ട് എന്നുള്ളതിനെ അല്ല ചിന്തിക്കേണ്ടത്, അതായത് ഒന്ന് ചിന്തിച്ച് എഴുതേണ്ട രീതിയിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകളുടെ നിലവാരം കുറച്ചുകൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ചിന്താശക്തിക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിലും കടന്നു വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള 2 ചോദ്യങ്ങളുമായിട്ടാണ് ഈ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ A ലെവലിൽ ചോദിച്ചിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? എല്ലാവരും കൂടെ വരൂ മക്കളെ. ഇതാ നോക്കടാ, ഇതാണ് ആ ചോദ്യം. അപ്പോൾ ഇതാണ് ആ ചോദ്യം. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. എന്നാൽ ആ സംഖ്യ ഏത്? മക്കളെ, ഇവിടെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം n എന്ന് ഞാൻ എണ്ണ സംഖ്യനെ വിളിച്ചു, അല്ലെങ്കിൽ ചിലർ എക്സ് എന്ന് വിളിക്കും, എന്ത് വേണേലും വിളിക്കാം. എക്സ് ആണ് എൻ്റെ എണ്ണൽ സംഖ്യ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റെസിപ്രോക്കലാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന റെസിപ്രോക്കൽ 1/x. ഓക്കെ ആണല്ലോ? ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. 16 മടങ്ങ് എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു എന്നാണ് വരുന്നത്. അതായത് ഒരു എണ്ണൽ സംഖ്യ എക്സ് എന്ന എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങെന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 1/x. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അതായത് നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനെ, ഈ സമവാക്യത്തിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ കിട്ടും. എടാ, ഇവിടെ ഈ എക്സിനെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അതായത് നോക്കിക്കേ, ഇവിടെ ഒരു സൈഡിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, ഇവിടെ ഈക്വൽ സൈൻ, ഇവിടെ എന്താ എക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് സമം 16 എന്ന് വരും. അതായത് എന്താണെന്നറിയോ? എക്സ് ഗുണം എക്സ് എന്താണ്? എക്സ് സ്ക്വയർ സമം 16 എന്ന് വരും. അഥവാ എക്സ് സമം സ്ക്വയർ റൂട്ട് ഓഫ് 16. 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂർണ്ണവർഗ്ഗമല്ലേ? ആരുടെയാണ്? 4 അല്ലേ? 4 സ്ക്വയർ അല്ലേ? 4 സ്ക്വയർ അല്ലേ 16? അപ്പം ആൻസർ ഏതായിരിക്കും മക്കളെ? 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ വ്യുൽക്രമം എന്താണെന്ന് അറിയണം. പിന്നെ ഈ ലോജിക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സമവാക്യം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ആർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, ഇവിടെ നിങ്ങളുടെ ചിന്താശക്തിയാണ് കൂടുതൽ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ബാക്കി ഇവിടെ മാത്തമാറ്റിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 25 മടങ്ങാണ്. എന്നാൽ ആ സംഖ്യ ഏത്? അപ്പോൾ ഞാൻ എക്സ് എന്ന് പറഞ്ഞ സംഖ്യനെ എടുത്തു. ഓക്കെ ആണല്ലോ? ആ എക്സ് എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 25 മടങ്ങെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 25 ഗുണം 1/x. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്താവും മക്കളെ? എക്സ് സ്ക്വയർ സമം 25 എന്ന് വരും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് 25 എന്ന് പറഞ്ഞാൽ ഏതാണ്? 5 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ മക്കളെ, ഇതാ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 12 മടങ്ങാണ്. അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 12 മടങ്ങാണ്. എന്നാൽ ആ സംഖ്യ ഏത്? എടാ, ഇവിടെ എക്സ് എന്ന ആ സംഖ്യനെ വിളിച്ചു. എക്സ് സമം എന്ത് വരും? എക്സ് സമം 12 മടങ്ങാണ് വ്യുൽക്രമത്തിൻ്റെ. അപ്പോൾ 12 ഇൻറ്റു 1/x എന്ന് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുന്നു. എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? ഇവിടെ എക്സ് സ്ക്വയർ വരും. സമം എന്ത് വരും? 12 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെയാണ് അടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആ ഉത്തരവുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12നെ എന്ത് ചെയ്യണം? ഫാക്ടറുകളായിട്ട് എഴുതണം. 12 നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 വരും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 വരും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 വരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 12നെ എങ്ങനെ എഴുതാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഈ രണ്ടിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്തൊരു ഒരു 2 പുറത്തെടുക്കാൻ പറ്റും അല്ലേ? പിന്നെ മിച്ചം എന്താണുള്ള 2 ഇൻറ്റു റൂട്ട് 3. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 3
എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 × 3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 × സ്ക്വയർ റൂട്ട് ഓഫ് 3. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 2 വരും അല്ലേ? 2 × √3. ഓക്കെ ആണോ? രണ്ടും സെയിം ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് PSCക്ക് ഇനി മുമ്പോട്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ലോജിക്കായിട്ട് ചിന്തിക്കാൻ കൂടി പ്രേരിപ്പിച്ചാലേ എന്ത് കിട്ടുള്ളൂ? ആ സൂത്രവാക്യം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും കാണാം. ബൈ.